Hi, Uttara. Super grateful to have you here today. So, ഈ ഒരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂവിന് മുന്നേ തന്നെ കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ ഉത്തരൻ്റെ ഞാൻ വായിച്ചിരുന്നു. ഐ ഗോട്ട് ടു നോ എ ബിറ്റ് ഓഫ് യു. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ കാണുന്ന കുറേ പേർക്ക് ഉത്തരനെ അറിയുന്നുണ്ടാവില്ല. സോ ഹൗ അബൌട്ട് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, യുവർ ഹോബീസ്, എവറിഥിങ്? ഹലോ മീനാക്ഷി, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ വിളിച്ചതിന്. ഉത്തര ബാബു എന്നാണ് എൻ്റെ പേര്. ആൻഡ് ഐ എം 28-year-old. ഞാനിപ്പോൾ PhD ചെയ്യാണ്. തേർഡ് ഇയർ ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, അവിടെയാണ് PhD ചെയ്യുന്നത്. ആർക്കിയോളജിയാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. പിന്നെ ഹോബീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതലായിട്ട് അക്കാഡമിക് റീഡിംഗ് ആണ്. എൻ്റെ റിസർച്ച് റിലേറ്റഡ് വായനകളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡാൻസ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണ്. ഞാനൊരു ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസറാണ്. സോ ഇപ്പോൾ അങ്ങനെ പെർഫോമൻസ് ഒന്നും ചെയ്യാറില്ല, പക്ഷേ കൂടുതൽ അതിൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ ഇഷ്ടമാണ്. ഡോക്യുമെൻ്ററീസ് കാണാൻ ഇഷ്ടമാണ്. കൂടുതൽ ഹിസ്റ്റോറിക്കൽ റിലേറ്റഡ് ഡോക്യുമെൻ്ററീസ് എല്ലാം ഇരുന്ന് കാണും. അതൊക്കെയാണ് ഹോബീസ്. അങ്ങനെ ഒരു മെജോറിറ്റി പോപ്പുലേഷൻ ഹിസ്റ്ററി ഭയങ്കര നമ്മൾ 10th-ലും 11th-ലൊക്കെ പഠിച്ച് ബോറടിച്ച് നോക്കാവുന്ന ഒരു സംഭവമാണ്. സോ ഹൗ ഡു യു ഫൈൻഡ് ദാറ്റ് സബ്ജക്ട് വെരി ഇൻട്രസ്റ്റിംഗ്? ലൈക്ക് ആക്ച്വലി ടു ബി ഫ്രാങ്ക്, സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഹിസ്റ്ററി അത്ര ഫാസിനേറ്റിംഗ് സബ്ജക്റ്റ് ഒന്നുമല്ല. പക്ഷേ എനിക്ക് സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാലരമ, അമർ ചിത്രകഥയൊക്കെ വായിക്കാനായിട്ടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കൂടെയാണ് കുറച്ചെങ്കിലും ഹിസ്റ്ററിയോടൊരു താല്പര്യം വരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു എൻ്റെ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹിസ്റ്ററി മെയിനായിട്ട് എടുക്കുന്നതും. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ 5-year ഇൻറ്റഗ്രേറ്റഡ് MA പഠിക്കുന്നത് ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററിയുടെ ഒരു പാർട്ടാണ് ആർക്കിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പോൾ ആർക്കിയോളജി പഠിച്ചു തുടങ്ങിയപ്പോൾ മേ ബി അത് ക്ലാസ് എടുത്തു തരുന്ന ഫാക്കൽറ്റികളുടെയും കൂടെ കഴിവായിരിക്കാം അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരികയും പിന്നെ അതിനകത്തേക്ക് കൂടുതൽ പോകണമെന്ന് തോന്നുകയും അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് വന്നതാണ്. വളരെ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. സ്റ്റിൽ ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? നോ റിഗ്രറ്റ്സ്? ഒരിക്കലും ഇല്ല. എനിക്ക് ദിവസം പോകുന്തോറും അതിനോടുള്ള താല്പര്യം ഗ്രേറ്റ് വരുന്നേ ഉള്ളൂ. ഇപ്പം ഹൗ മെനി ഇയേഴ്സ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് യു ഹാവ് ബീൻ എ ഡാൻസർ? ലൈക്ക് ഡാൻസിങ് എന്നുള്ളൊരു എക്സാക്ട്ലി എനിക്ക് തോന്നുന്നു ഡാൻസ് തുടങ്ങുന്നത് 6 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. പിന്നെ ഒരു ബ്രേക്ക് ഇല്ലാതെ എനിക്കൊന്നൊരു 10, 20, 21 വയസ്സ് വരെ ഒരു ബ്രേക്ക് ഇല്ലാതെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്കൊക്കെ പോയപ്പോൾ പിന്നെ അങ്ങനെ ഒരു റെഗുലർ ക്ലാസ്സസിനൊന്നും പോകാൻ പറ്റാതെ. So for this podcast interview on behalf of OnCure, I would like to know more about what you had, like, you know, gone through and everything. So ഇപ്പം ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു സര ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ. സോ ലൈക്ക് യു ഹാഡ് സെഡ് ദാറ്റ് എന്താ പറയുക, PCOS ഉണ്ടായിരുന്നു. യു ഹാഡ് ദാറ്റ്. സോ ഇപ്പം പേഴ്സണലി ഞാനും PCOS-ൽ കൂടെ പോകുന്ന ഒരാളാണ്. സോ when you got to know the symptoms, so അത് ആക്ച്വലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വെദർ ഇറ്റ് ഇസ് PCOS-ൻ്റെ സിംറ്റംസ് തന്നെ ആയിരുന്നോ, അല്ലെങ്കിൽ വാസ് ഇറ്റ് ഒവേരിയൻ ക്യാൻസർ സിംറ്റംസ്? സോ ആ ഒരു ഡിഫറൻഷിയേഷൻ ആക്ച്വലി ലൈക്ക് സിമിലർ ആയിരുന്നോ? സിംറ്റംസ് അത്രയും സിമിലർ ആയിരുന്നോ ടു നോട്ട് ഫൈൻഡ് എ ഡിഫറൻസ്? PCOS ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 21 വയസ്സുള്ളപ്പോൾ തൊട്ട് PCOS ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ സിംറ്റംസും, ഇപ്പം ഇറഗുലർ മെൻസ്ട്രേഷൻ ആവാം, അതുപോലെ ലോവർ അബ്ഡോമിനൽ ക്രാംസ് വളരെ കൂടുതലാണ്, പിഗ്മെൻറ്റേഷൻ, ഹെയർ ലോസ്, ഒബീസിറ്റി, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തൊക്കെ ഇനീഷ്യലി ഇത് PCOS ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഡോക്ടേഴ്സിനെ കാണുകയും അതിനുള്ള പലതരത്തിലുള്ള അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഞാനെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡോക്ടേഴ്സ് എല്ലാം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അത്ര ഒരു സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. ഐ മീൻ അങ്ങനെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. ലൈക്ക് അതൊരു കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പം ചിലപ്പം അതങ്ങ് മാറിക്കോളൂ, അത് അത്ര വലിയൊരു സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ എനിക്കത് ഓർമ്മയുണ്ട്, എനിക്കൊന്നൊരു 22, 23 വയസ്സുള്ളപ്പോഴാണ് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് അബ്ഡോമൻ്റെ ചെയ്യുന്നത്. അപ്പം അന്നത് ബൾക്കി പോളിസിസ്റ്റിക് ഓവറീസ് എന്നാണ് കണ്ടത്. അതിനുശേഷം പക്ഷേ എനിക്ക് വേറെ മെഡിസിൻസ് ഒന്നും തരികയോ അങ്ങനെയൊന്നുമില്ല. എന്നോട് പറഞ്ഞു വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം, ലൈഫ് സ്റ്റൈലിൽ ഡിഫറൻസ് കൊണ്ടുവരണം, അങ്ങനെ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ റെഗുലറായിട്ട് ഡാൻസ് ചെയ്തിരുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് അങ്ങനെ ആ സമയത്ത് എനിക്ക് ഭയങ്കര വണ്ണം എന്ന് പറയാനോ ഒന്നുമില്ല. അപ്പം ഇതെങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനകത്തും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒവേറിയൻ ക്യാൻസറിലേക്ക് വരികയാണെങ്കിൽ അതൊരു ആക്സിഡൻ്റൽ ഡയഗ്നോസിസ് ആയിരുന്നു, ടോട്ടലി ആക്സിഡൻ്റൽ ഡയഗ്നോസിസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ എനിക്ക് ഇറഗുലർ പീരിയഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്ലോട്ടിങ് ഉണ്ടായിരുന്നു. കുറച്ച് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും വയറ് ഫുള്ളാവുന്നൊരവസ്ഥ.
ഇത് എക്സാക്ട്ലി എനിക്കൊരു 2022 നവംബർ തൊട്ടിട്ടാണ്. ഞാനൊരു തായ്ലൻഡിലൊരു കോൺഫറൻസ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം തൊട്ട് എനിക്കൊരു പനി പിടിച്ചു. അതോടൊപ്പമാണ് എനിക്ക് ബ്ലോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലോട്ടിങ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പനിയുടെ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ബുദ്ധിമുട്ട് വരുന്നതെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പനിയെല്ലാം മാറി. അപ്പോഴും പക്ഷേ എനിക്ക് ഈ ഒരു ബ്ലോട്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഇത് എല്ലാ സമയവും ഒരേപോലെ തോന്നുന്നില്ല. എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫുൾ ആവുന്നു എന്നുള്ളതല്ല. ചില സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നു, ചില സമയത്ത് ഇല്ല, കൺസിസ്റ്റന്റ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും അത് വളരെ സീരിയസ് ആക്കി എടുത്തില്ല. പിന്നീട് ഡിസംബറൊക്കെ ആയപ്പോഴത്തേനും എനിക്കതുപോലെ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ അതും എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ യൂഷ്വലി സ്ത്രീകൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും, എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ദ സ്ത്രീകളും ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ തന്നെ നമ്മൾ വേറെ കാര്യങ്ങളുമായിട്ട് അത് അസോസിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഈ ഫ്രീക്വൻ്റ്ലി യൂറിനേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഡിസംബറാണ്, നല്ല തണുപ്പ് കാലമാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ അതിനെല്ലാം മാറ്റിയത്. അതിനെല്ലാം തള്ളിക്കളഞ്ഞു എക്സാക്ട്ലി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ജാനുവരിയിലാണ് എനിക്ക് ഒരു കോൺഫറൻസിന് ബോംബെയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഭയങ്കര ക്ഷീണം വരുന്നതും ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടറുണ്ട്, അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടാണ് ഞാനൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വരികയും നാട്ടിൽ വന്ന് അപ്പം എനിക്ക് പീരിയഡ്സ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു മാസം ഡിലേഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന് വീട്ടിലെത്തി നമ്മൾ ഈ ഡേറ്റ്സും അമ്മ തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേദന തുടങ്ങിയപ്പോൾ വേദന ഭയങ്കര വേദന. എനിക്ക് മെഫ്താൽ സ്പാസിലോ പെയിൻ കില്ലേഴ്സിലൊന്നും നിൽക്കാത്ത വേദനയായി. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോവുകയും അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതും ഗൈനക്കോളജിസ്റ്റ് ഇങ്ങനെ ഒരു അൾട്രാസൗണ്ടും പിന്നെ CA-125 എന്ന് പറയുന്ന ഒരു ട്യൂമർ മാർക്കർ ടെസ്റ്റ് പറയുന്നതും പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് MRI, PET സ്കാൻ, അങ്ങനെയാണ് ഇത് ഡയഗ്നോസ്ഡ് ആവുന്നത്. റൈറ്റ്. അപ്പം ഇതിപ്പോൾ പെട്ടെന്ന് അറിഞ്ഞപ്പോഴും അതേമാതിരി തന്നെ ചുറ്റുള്ള ആൾക്കാർ അറിയുമ്പോഴുള്ള ഒരു എന്താ പറയുക ബഞ്ച് ഓഫ് സിമ്പത്തി ഉണ്ടാവുമല്ലോ എല്ലാവരുടെ അടുത്തുനിന്നുള്ള. സോ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നിയത് അതൊക്കെ ഒരു ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഞാനത് വീട്ടിലൊക്കെ 2-3 പ്രാവശ്യം പറഞ്ഞു. അതിൻ്റെ കാര്യം എക്സാക്ട്ലി എനിക്ക് പറയുകയാണെങ്കിൽ 2022 സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാൻ ഇതുപോലെ പുറത്തൊരു ലബോറട്ടറിയിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്കാനിങ്ങിൽ അവർ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്തോ കാണുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള സംശയമായിരുന്നു. അപ്പം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അതല്ല, ആ പോസിബിലിറ്റി റൂൾ ഔട്ട് ചെയ്തു. അവർ പറഞ്ഞു എന്തോ കാണുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എറണാകുളത്തുള്ളൊരു അത്യാവശ്യം ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും അവിടെ ചെന്നപ്പോൾ അവരെന്നോട് സംസാരിച്ചത് മുഴുവൻ ഇപ്പം കൺസീവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പം ലൈഫ് കൊണ്ടുപോകുന്നത്, ഇത് ഇത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കുകയൊന്നും വേണ്ട, മരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞാൽ, അല്ലാതെ ആ ഒരു കണ്ടത് എന്താണെന്നൊക്കെ എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ ലബോറട്ടറിയിൽ ആ സ്കാനിങ് നടക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവർ കാണുന്നത് ഇത് ക്യാൻസർ ആണോ. അപ്പോൾ അതുപോലെ തന്നെയാണ് പിന്നീട് എൻ്റെ ഈ ആക്സിഡൻ്റൽ ഡയഗ്നോസിസിൻ്റെ സമയത്ത് ഓരോ സ്റ്റേജിലും എനിക്കിത് പെട്ടെന്ന് ഇതാണോ, ഇതിലെന്തോ പ്രശ്നമുണ്ടോ എന്നുള്ളത്. ബിക്കോസ് എനിക്ക് തോന്നിയിരുന്നു എന്തോ എൻ്റെ ശരീരത്തിൽ എന്തോ റോങ് ആണ്, എന്തോ ശരിയല്ലാതെ ഉണ്ട് എന്നുള്ളത്. ബിക്കോസ് ഞാൻ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പൊതുവേ നമ്മൾ ക്യാൻസറിനെ കേട്ടിരിക്കുന്നത് വെയിറ്റ് ലോസുമായിട്ട്, ഐ മീൻ സാധാരണ ഒരു കോമൺ പേഴ്സൺ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഈ വെയിറ്റ് ഗെയിൻ അതിൻ്റെ ഭാഗമാണെന്നൊരിക്കലും, അല്ലെങ്കിൽ ഒബീസിറ്റി അതിൻ്റെ ഭാഗമാണെന്നൊന്നും ഒരിക്കലും ചിന്തിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിവുകളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ആക്സെപ്റ്റൻസ് പെട്ടെന്ന് തന്നെ വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിച്ചു ഇപ്പം വിഷമിച്ചിട്ട് കാര്യമില്ല, പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിനോട് കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം. നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ടോളറൻസ് ലെവലെല്ലാം കൂട്ടിയാൽ തന്നെ അവർക്കും ഡോക്ടേഴ്സിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാനത് ഹാൻഡിൽ ചെയ്തത്. പിന്നെ സിമ്പത്തി ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ ഞാൻ വിചാരിച്ചത് ഞാനാണ് ആ പൊസിഷനിൽ നിൽക്കുന്നതെങ്കിൽ മേ ബി എനിക്കും സിമ്പത്തൈസ് ചെയ്യാനേ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത്, എന്താ സംസാരിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ കണ്ടിട്ട് പിന്നെ എനിക്ക് പറ്റുന്നിടത്തോളമൊക്കെ ഞാൻ ആൾക്കാരോട് സംസാരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ വളരെ പെയിൻഫുള്ളായിട്ട് കടന്നു പോകുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഒക്കെ സർജറി എല്ലാം കഴിഞ്ഞ സമയത്ത് അപ്പോഴൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര എല്ലാത്തിലും ഉള്ളൊരാളായിട്ട് നിന്നിരുന്ന ആളായിരുന്നു. സോ വെൻ സംതിങ് big like cancer, just came by just like that, and you still stood there, strong and active. How does it feel to be, that strong and, ഒരു hope ആണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്? It's not like ഒരു giving up nature
വരാണ്ട് ബാക്കിയുള്ളവർക്ക് യു ക്യാൻ ഗെറ്റ് ത്രൂ ദിസ് ബഡി എന്നുള്ളൊരു സംഭവമാണ് കൊടുക്കുന്നത്. ഹൗ ഡസ് ഇറ്റ് ഫീൽ? അത് വരുന്നത് നമ്മുടെ സ്ട്രോങ് ഡിസയർ ടു ലിവ്. ഞാൻ ആദ്യം ചിന്തിച്ചത്, അയ്യോ എനിക്ക് ഇത്ര പ്രായമുള്ളൂ, ഞാനൊന്ന് ജീവിച്ചത് ഒന്ന് ആയിട്ടും കൂടി ഇല്ലല്ലോ, അപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ എന്തിനാ വന്നത് എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഫോക്കസ് എല്ലാം റിസർച്ചിലേക്കാണ് തിരിച്ചത്. അപ്പം എനിക്ക് തോന്നി അതാണ് എനിക്ക് കുറച്ചും കൂടെ സമാധാനം തരുന്ന ഒരു കാര്യം. ആർക്കിയോളജിക്കൽ റിസർച്ച് വായിക്കുക, അതുപോലെ തന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ എൻ്റെ ഡയഗ്നോസിസ് ആക്ച്വലി February 4th വേൾഡ് ക്യാൻസർ ഡേ അന്നായിരുന്നു. അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിൻ്റെ തൊട്ട് ഒരു 2 weeks ബാക്കാണ് എനിക്കൊരു ഈജിപ്തിലേക്ക് ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആർക്കിയോളജിസ്റ്റിന് ഈജിപ്റ്റാണ് അവരുടെ ഡ്രീം, ഡിഗ് ചെയ്യാനായിട്ട് പോകുക എന്നുള്ളത്. അപ്പം എനിക്ക് അത് എന്താ പറയുക, എനിക്ക് എങ്ങനെ അതിന് പോകണം, അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എനിക്ക് തീർക്കണം. അപ്പം ഞാൻ ആദ്യം ഇത് ഡയഗ്നോസ് ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചത്, ഇത് ക്യൂറബിൾ ആണോ, അത് ഇനി ഞാൻ മരിക്കുമോ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് നമുക്ക് നോക്കാം, ഇതിൻ്റെ സ്റ്റേജൊക്കെ നോക്കട്ടെ, അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പോവാം. അല്ലാതെ ഡോക്ടർ വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഈജിപ്റ്റ് യാത്രയുണ്ട്, എനിക്കതിന് പോകണം, അപ്പത്തേനും എനിക്കിത് മാറ്റി തരുമോയെന്ന് ചോദിച്ചു. ഡോക്ടർ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ മേ ബി എൻ്റെയും ഫാമിലിയുടെ എല്ലാവരുടെയും ഒരു ഡിറ്റർമിനേഷൻ കൊണ്ടായിരിക്കാം ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് 2 months ഈജിപ്തിൽ പോയി അവിടെ ഒരു 1.5 months എൻ്റെ എക്സ്കവേഷൻ ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇപ്പം ഈ ഒരു മൊമെൻറ്റ്സിലൊക്കെ ഏറ്റവും കൂടുതൽ വിചാരിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും പ്രോബബ്ലി ഓക്കെ ഓൺലി ഇഫ് ദിസ് വാസ്, ഞാൻ മുന്നേ ഇത് ഡിറ്റക്ട് ചെയ്തിരുന്നു എന്നുള്ളൊരു തോട്ട് പ്രോബബ്ലി വന്നിട്ടുണ്ടാവും. സോ ലൈക്ക് what do you think about that early detection and like prevention and the whole ആ ഒരു സംഭവത്തിന്? ഞാനിപ്പം എന്നോട് സംസാരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ്, നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ ഹെൽത്തിനെ പറ്റി കോൺഷ്യസ് ആവണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ 23 വയസ്സിൽ, എനിക്ക് തോന്നുന്നു 22 വയസ്സിലാണ് ഞാൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് പിന്നീട് ഞാൻ ഒരിക്കലും ഈ PCOSൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നോക്കുകയോ അത് ചെക്ക് ചെയ്തിട്ടില്ല. അതൊരു പക്ഷേ എനിക്ക് ചെക്ക് ചെയ്യാമായിരുന്നു, ഇതിൻ്റെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ. ബിക്കോസ് എൻ്റെ കേസിലായാലും ഡോക്ടേഴ്സ് പറയുന്നത് ഒരു പക്ഷേ ഇത് വളരെ മുന്നേ തുടങ്ങിയിട്ട് സ്ലോലി അതൊരു ലോ ഗ്രേഡ് കൈൻഡ് ഓഫ് സ്പ്രെഡ് ആയിരുന്നിരിക്കാം. കാരണം അത് ഇമ്മീഡിയറ്റ്ലി വന്നതായിരിക്കണമെന്നും ഇല്ല. എഗെയിൻ അത് ഒന്നും ഷുവർ അല്ല, ബട്ട് സ്റ്റിൽ അങ്ങനെയും ആയിരിക്കാം. ഇപ്പം എനിക്ക് തോന്നിയിരുന്നു പലപ്പോഴും സ്കാനിങ് ചെയ്യാമായിരുന്നു, അത് മടിച്ചു നിന്നു. ഈ പറഞ്ഞ പോലെ ഇനി പോയാൽ എന്തെങ്കിലും കണ്ടുപിടിക്കുമോ എന്നുള്ള പേടിയിൽ മാറി നിന്നു. അത് ഏർലി ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി ഒരുപാട് ഇത്രയൊന്നും സ്ട്രഗിളിലൂടെ ഒരു പക്ഷേ കടന്നു പോകേണ്ടി വരില്ലായിരിക്കും. ഇത് ട്രീറ്റ്മെൻറ്റ് പീരീഡ് മാത്രമല്ല, അത് കഴിഞ്ഞുള്ള നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോഴും എനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും, കാരണം അത്ര അഡ്വാൻസ് സർജറി ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം പലതരം ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ ഡെയിലി പോകുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഒരു നേരത്തെ ഒരു റിവ്യൂ എനിക്ക് അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിനൊക്കെ ഞാൻ പോയിരുന്നെങ്കിൽ ഇത് നേരത്തെ കണ്ടുപിടിക്കാമായിരുന്നു എന്ന്. ഇപ്പം യൂഷ്വലി ആൾക്കാർക്ക് ഉണ്ടാവുന്നൊരു തോട്ടായിരിക്കും, ഓക്കെ ഇപ്പം ഡിറ്റക്ട് ചെയ്യാൻ ഇപ്പം ഒന്നിനും പോകണ്ട, ഓക്കെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്താലോ കുടുങ്ങിയില്ലേ, ആ ഒരു തോട്ടായിരിക്കും. സോ ഇപ്പം ഉത്തര പറഞ്ഞതിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇസ് ദാറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, ലൈക്ക് ആ ഒരു തോട്ട് അവിടെ ഹോൾഡിൽ വെച്ചിട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു സംതിങ് സിമിലർ ടു ലൈക്ക് ഡിറ്റക്ടിങ് ആൻഡ് ദെൻ പ്രിവെൻറ്റിങ്. അതെ, റൈറ്റ്. ഇപ്പം മാമിന് ഇപ്പം ക്യാൻസർ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ അത് ആ ഒരു ലേറ്റ് ആയതിൻ്റെ ശേഷം മാമിനുണ്ടായ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസസും അതേമാതിരി തന്നെ മുന്നേ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസും തമ്മിൽ ഉള്ളൊരു ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ മാമിന്? ആ ഒരു തോട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ക്യാൻസർ ശരിക്കും സ്റ്റേജ് 4B ഡയഗ്നോസ്ഡ് ആവുന്നത്. അപ്പോൾ അതിലെത്തുമ്പോൾ വരുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാനും എല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പോൾ സർജറിയുടെ കോസ്റ്റ് ആണെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം സ്റ്റേജ് 1 ഒരു കേസ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും കോസ്റ്റ് ഒന്നും വരാൻ സാധ്യതയില്ല, ഇത്രയും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറിയും ചിലപ്പോൾ ആവശ്യം വന്നിട്ടുണ്ടാവില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സർജറി തന്നെ യൂഷ്വലി ഓവറിൻ ക്യാൻസറിന് ചെയ്ത സർജറി കൂടാതെ ഒരു ഹൈപെക് പ്രൊസീജിയർ, ആ പ്രൊസീജിയറൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പം അത്തരത്തിലുള്ളതിലേക്കൊക്കെ പോകാൻ കാരണം ഇത് അഡ്വാൻസ് സ്റ്റേജിലേക്ക് വന്നതുകൊണ്ടാണ്. കീമോതെറാപ്പി ആണെങ്കിലും അതിൻ്റെ ഇപ്പം മെഡിസിൻസ് ആണെങ്കിലും പലതരത്തിലുള്ള മെഡിസിൻസിൻ്റെ കോമ്പിനേഷനാണ് യൂസ് ചെയ്തത്. അതിൻ്റെ അളവിലാണെങ്കിലും വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കൂടെ അതല്ലാത്ത കുറേ ടെസ്റ്റുകളും വേറെ നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള ഇതിലാണെങ്കിലും പലതരത്തിലുള്ള സ്കാനുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം
ട്രീറ്റ്മെൻറ്റ് പീരിയഡിലെ കോസ്റ്റ് എന്ന് പറയുന്നത് അത് നല്ലൊരു എമൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ഏർലി സ്റ്റേജിലായിരുന്നെങ്കിൽ അത്രയൊന്നും നമുക്ക് എക്സ്പെൻസ് വരില്ലായിരുന്നു. ഇപ്പം നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദാറ്റ് ഈസ് ലൈക്ക് ലേറ്റായിട്ട് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം. ലൈക്ക് ഇപ്പം ക്യാൻസർ അവെയർനെസ് എന്നുള്ളൊരു രീതിക്കാണെങ്കിലും അതേമാതിരി തന്നെ ഏർലി ഡിറ്റക്ഷനും അതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് എന്താ പറയുക, ഓക്കെ ദിസ് ഇസ് വാട്ട് ദേ ഹാവ് ടു നോ എന്നുള്ളൊരു സംഭവം പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരും സെൻറ്റേഴ്സും വരണം. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു തോട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനെപ്പറ്റി പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തന്നെ തുടങ്ങിയത് അതുകൊണ്ടാണ്. ഇപ്പം അസുഖം വന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പം നമുക്കൊരു പരിധിക്കപ്പുറം നമുക്ക് നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണൽസിനോടും അവരും നമുക്കൊരു പരിധി വരെയുള്ള കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര അറിഞ്ഞാൽ മതി എന്നുള്ള ഒരിതാണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് ചോദിക്കാനോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇതെങ്ങനെയൊക്കെ ഇനി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ ഇത് ഏത് ലെവലിൽ ഏത് സ്റ്റേജിൽ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എങ്ങനെ വരും, അതിൻ്റെ ഡിഫറൻസ് ഒക്കെ എനിക്ക് അത്രയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം പൊതുവെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളോ വ്യക്തികളോ ഒക്കെ വളരെ കുറവാണ്. അപ്പം ഞാൻ US ത്രൂ സോഷ്യൽ മീഡിയ US സർവൈവറുമായിട്ട് കണക്ട് ചെയ്ത് അവരാണ് എനിക്ക് അവിടുത്തെ രീതികളും അവിടെ ഇതുപോലെ ഏർലി ഡിറ്റക്ഷൻ ഉണ്ടെന്നും അതെല്ലാം എനിക്ക് അവരാണ് അവിടെ നിന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പം കേസസ് എല്ലാം കേരളത്തിൽ തന്നെ ഇപ്പം ഇന്ത്യയിൽ തന്നെ കേസസ് വളരെ കൂടുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓൺക്യൂർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് തരുന്നതിലും കൃത്യമായിട്ട് നമ്മളെ ഒരു ഗൈഡൻസ് നമുക്ക് തന്ന് ഇത്തരത്തിലുള്ള ഏർലി ഡിറ്റക്ഷനും അതല്ലെങ്കിൽ തന്നെ പ്രിവെൻഷനിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും അനിവാര്യമാണ്. അതെനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്കത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഫൈനലി മാമിനോട് ഇപ്പം ചോദിക്കാനുള്ളത്, ഇപ്പം വാട്ട് എവർ കൈൻഡ് ഓഫ് പീപ്പിൾ ദാറ്റ് ആർ ഓൺ ദ വേർജ് ഓഫ് ലൂസിങ് ദെയർ ഹോപ്പ്, മാമിനൊരു എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ വാട്ട് വുഡ് ബി ദാറ്റ്? ലൈക്ക് മാമിന് എന്തെങ്കിലും ഒരു രീതിക്കുള്ളൊരു ഹോപ്പ് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ വാട്ട് വുഡ് ബി ദാറ്റ്? ഓരോരുത്തരുടെയും ഓരോ വ്യക്തികൾ വ്യത്യാസമാണ്, അവരുടെ മനോധൈര്യം വ്യത്യാസമാണ്, സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരുപാട് പ്രിവിലേജസ് ഈവൻ ദോ ഞാൻ ഈ ക്യാൻസറിലൂടെ കടന്നു പോയെങ്കിലും ഞാൻ കൃത്യമായിട്ട് എൻ്റെ പ്രിവിലേജസ് മനസ്സിലാക്കുന്നു. അതുപോലും ഇല്ലാത്ത വ്യക്തികളുണ്ട്. പക്ഷേ എന്തൊക്കെ വന്നാലും ആഫ്റ്റർ ഓൾ നമ്മളെല്ലാം കടന്നു പോകുന്ന പെയിൻ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ അസുഖത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മോർ ഓർ ലെസ് സിമിലർ ആണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ ധൈര്യത്തോടു കൂടി നമ്മുടെ മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പുറത്ത് കടക്കാൻ സഹായിക്കുന്നത്. അപ്പം എന്നോട് എൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പക്ഷേ ഒരു 50-60 വയസ്സുള്ളൊരു സ്ത്രീ ആയിരുന്നു എൻ്റെ ഇതേ സ്റ്റേജിൽ വരുന്നെങ്കിൽ അവർ നേരെ പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്ക് വിട്ടതിന്. ഇതിപ്പോൾ എൻ്റെ ഏജിൻ്റെ ഒരു ഫാക്ടറും കൂടെ എടുത്തിട്ടാണ് അവർ മേ ബി നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് തന്നത്. അപ്പം നമ്മളത് മനസ്സിൻ്റെ ഒരു ധൈര്യമാണ്. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ തന്നെ അതിലൂടെ കടന്നു പോകണം. നമ്മൾ തന്നെ ഓരോ ദിവസവും നമുക്ക് പുഷ് ചെയ്യണം. നമ്മൾ ഇതും കടക്കും, അതും അടുത്തതും കടക്കും. ഞാനൊരു ചെറിയ ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ എൻഡോസ്കോപ്പിയിൽ നിന്നാണ് ഞാനത് ആദ്യമായിട്ട് ഞാൻ ഒരു ലോക്കൽ അനസ്തേഷ്യ വേണ്ടാതെ ഒരു എൻഡോസ്കോപ്പി എടുത്ത് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അതെ, ഞാൻ ഇനിയും അത്രയും പെയിനിലൂടെ കടന്നു പോയിട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പം അത് മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ്. Thank you so much for taking your time to have this conversation with me, and yeah, hope you have a great day. Thank you very much.